വെൽക്കം ബാക്ക് ടു ഐറിൻസ് വേൾഡ്. എല്ലാവർക്കും ഞങ്ങളുടെ അൽബേനിയൻ യാത്രാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 2023 ഡിസംബർ 1 തീയതി രാത്രിയിൽ ഞങ്ങൾ അൽബേനിയയുടെ തലസ്ഥാനമായ തിരാനയിലെത്തി. ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്. അൽബേനിയ ഒരു സൗത്ത് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയാണ്. അൽബേനിയയുടെ ചരിത്രം പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകളായി റോമൻ, ബൈസൈൻറ്റൈൻ, ഓട്ടോമൻ സാമ്രാജ്യങ്ങൾ അധിനിവേശം നടത്തി. 1912 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതിനുശേഷം 1944 ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറി. 1980കളുടെ അവസാനത്തോടെ ജനാധിപത്യ പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. അന്നു രാത്രി ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് സെവർണക് മൊണസ്ട്രിയാണ്. അൽബേനിയയിലെ ഏറ്റവും പുരാതനവും പ്രധാനപ്പെട്ടതുമായ ഒരു ആശ്രമമാണ് ഇത്. അൽബേനിയയിലെ വ്ലോർ എന്ന സിറ്റിയുടെ സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൊണസ്ട്രിയുടെ സെൻട്രലിലായിട്ട് ഒരു ചർച്ചുണ്ട്. 13ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ ആർക്കിടെക്ചറിൽ പണി കഴിപ്പിച്ച മൊണസ്ട്രിയാണ് സെവർണക് മൊണസ്ട്രി. 15ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കുറേ നശിച്ചുപോയി. വീണ്ടും 18ാം നൂറ്റാണ്ടിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ചുറ്റുമുള്ള മലനിരകളും നദിയും എല്ലാം അതിനെ മനോഹരമായ കാഴ്ച പ്രദാനം ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. ഈ മൊണസ്ട്രി അൽബേനിയയിലെ സമ്പന്നമായിരുന്ന ഒരു ക്രിസ്ത്യൻ ചരിത്രത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. മൊണസ്ട്രിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് വ്ലോറിൻ്റെ തീരപ്രദേശത്തേക്കാണ്. വ്ലോർ അൽബേനിയയുടെ പോർട്ട് സിറ്റി അല്ലെങ്കിൽ തുറമുഖ നഗരമാണ്. അതിമനോഹരമായ തീരപ്രദേശവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രവുമാണ് വ്ലോർ. പുരാതന കാലം മുതൽക്കേ ഇറ്റലിയിലേക്കും ഗ്രീസിലേക്കും വ്യാപാരം ചെയ്തിരുന്ന ഒരു തുറമുഖ പട്ടണമാണ് ഈ കാണുന്നത്. ആഡ്രിയാറ്റിക് സീ ആണ്. അതിൻ്റെ കുറുകെയാണ് ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യം. 1912 അൽബേനിയയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന സ്ഥലമാണ് വ്ലോർ. ഇനി ഞങ്ങൾ പോകുന്നത് അൽബേനിയയുടെ ബെറാത്ത് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബെറാത്ത് കാസിൽ കാണാൻ വേണ്ടിയാണ്. ഈ കോട്ട BC 4ാം നൂറ്റാണ്ടിൽ ഉള്ളതാണ്. ഓട്ടോമൻ ചക്രവർത്തിമാരുടെ കാലത്ത് ഇത് വിപുലീകരിക്കുകയും പുതുക്കിപ്പണിയുകയും പിന്നീട് അവരുടെ മിലിറ്ററി ആസ്ഥാനമാക്കുകയും ചെയ്തു. നിരവധി യുദ്ധങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഈ കോട്ട സാക്ഷിയായിട്ടുണ്ട്. ബെറാത്ത് നഗരത്തിന് അഭിമുഖമായി ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയ്ക്കുള്ളിൽ പള്ളികളും മോസ്കുകളും മറ്റ് ചരിത്രപരമായ കെട്ടിടങ്ങളും അടങ്ങിയിരിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ ഒരു പനോരമിക് വ്യൂ കിട്ടും ഈ കാസിലിൻ്റെ മുകളിൽ നിന്നും. അതുകൊണ്ട് തന്നെ അൽബേനിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ബെറാത്ത് കാസിൽ സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ വണ്ടിയിലേക്ക് പോകുന്ന വഴിയാണിത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബെറാത്ത് നഗരത്തിലാണ്. പരമ്പരാഗത ഓട്ടോമൻ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട അൽബേനിയയിലെ ഒരു നഗരമാണ് ബെറാത്ത്. 1000 ജനലുകളുടെ നഗരം അല്ലെങ്കിൽ സിറ്റി ഓഫ് 1000 വിൻഡോസ് എന്ന പേര് ലഭിച്ചത് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങളിൽ കാണപ്പെടുന്ന നിരവധി ജാലകങ്ങളാണ്. ഈ ജാലകങ്ങൾ വെളിച്ചവും വായുസഞ്ചാരവും മാത്രമല്ല, സമൃദ്ധിയുടെയും പദവിയുടെയും പ്രതീകങ്ങളാണ്. വീടുകൾ അടുത്തടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ജാലകങ്ങൾ തുല്യ അകലത്തിലുള്ളതാണ്. അതുകൊണ്ട് ദൃശ്യപരമായി ആകർഷകമായ പാറ്റേൺ സൃഷ്ടിക്കുന്നു. ഇത് ബെറാത്ത് സിറ്റിയുടെ സ്ട്രീറ്റാണ്. ഫുഡ് കഴിക്കാനും കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഹൈ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. ഡിസംബർ മാസമായതിനാൽ എവിടെയും ക്രിസ്മസിന് വേണ്ടിയും ന്യൂ ഇയറിന് വേണ്ടിയുമുള്ള ഒരുക്കങ്ങളാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറാൻ പോവുകയാണ്. പിറ്റേ ദിവസം സ്നോ കാണാൻ വേണ്ടി ഞങ്ങൾ സ്കോഡറിലെ ഒരു മലയുടെ മുകളിലേക്ക് പോയി. മലയുടെ മുകളിലേക്ക് പോകുന്ന റൂട്ടാണ് കാണിക്കുന്നത്.
സ്നോ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളെല്ലാവരും അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. സമയം പോയതേ അറിഞ്ഞില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം തിരാനയിലെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ട്രിപ്പ് ആരംഭിക്കുന്നതായതുകൊണ്ട് അന്നേ ദിവസം പിന്നെ വേറെ കാഴ്ചകളൊന്നും കാണാൻ പോയില്ല. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ തേത്ത് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അൽബേനിയൻ ആൽപ്സിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് തേത്ത്. ഉയരം കൂടിയ കൊടുമുടികൾ, മലയിടുക്കുകൾ, വനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ഗ്രാമമാണ് ഇത്. അവിടെ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്. ഹോട്ടലിൽ അല്പനേരം വിശ്രമിച്ചിട്ട് ഞങ്ങൾ ഡ്രൂണാസ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. തേത്ത് നാഷണൽ പാർക്കിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് ഡ്രൂണാസ് വാട്ടർഫോൾ. ഈ വെള്ളച്ചാട്ടം ഏകദേശം 30 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴെയുള്ള ഒരു സ്വാഭാവിക കുളത്തിലേക്ക് പതിക്കുന്നു. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം അതിമനോഹരമാണ്. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ സ്കോഡറിലേക്ക് പിറ്റേ ദിവസം പോവുകയാണ്. അടുത്തതായിട്ട് ഞങ്ങൾ കണ്ടത് സ്കോഡർ ലേക്കാണ്. അൽബേനിയയുടെയും മോണ്ടിനീഗ്രോയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലേക്കാണ് സ്കോഡർ ലേക്ക്. 270-ലധികം പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഈ ലേക്ക്. പക്ഷി നിരീക്ഷണം, മത്സ്യബന്ധനം, ബോട്ടിംഗ് എന്നിവയ്ക്കുള്ള ജനപ്രിയ സ്ഥലമാണ്. ലേക്കിന് ചുറ്റുമായിട്ട് അതിമനോഹരമായ പർവ്വതങ്ങളും ഗ്രാമങ്ങളും ഉണ്ട്. ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടിയുള്ള കോട്ടേജിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന കോട്ടേജ്. കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ സ്കോഡർ സിറ്റി കാണാൻ വേണ്ടി ഇറങ്ങി. സ്കോഡർ അൽബേനിയയുടെ കൾച്ചറൽ ക്യാപിറ്റലാണ്. സംഗീതം, കല, സാഹിത്യം എന്നിവയാൽ സമ്പന്നമായ ഒരു പൈതൃകമുണ്ട് ഈ നഗരത്തിന്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ താമസിച്ച കോട്ടേജിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സ്കോഡറിൽ തന്നെയുള്ള റോസഫ കാസലിലേക്ക് പോവുകയാണ്. ചരിത്രപ്രധാനമായ ഒരു കോട്ടയാണ് റോസഫ കാസിൽ. ബൂന നദിക്കും ആഡ്രിയാറ്റിക് കടലിനും അഭിമുഖമായി ഒരു പാറക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണിത്. BC 4-ാം നൂറ്റാണ്ടിൽ ഇല്ലിയേറിയന്മാരാണ് ആദ്യം ഇത് നിർമ്മിച്ചത്. പിന്നീട് 6-ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ ചക്രവർത്തി ഈ കോട്ട പിടിച്ചെടുക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു. 15-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സൈന്യം കീഴടക്കി. 17-ാം നൂറ്റാണ്ടിൽ വെനീഷ്യക്കാർ പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. സ്കോഡറിൻ്റെയും ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെയും വിശാലമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു ഈ കോട്ട. റോസഫ കാസലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്.
അവിടുന്ന് ഞങ്ങൾ ഉൽസ് ലേക്ക് കാണാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു. അൽബേനിയയുടെ ക്രൂജ് ജില്ലയിലാണ് ഉൽസ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ നിരവധി ഗ്രാമങ്ങളാൽ ചുറ്റപ്പെട്ട തടാകമാണിത്. ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ അതിശയകരമായ കാഴ്ച പ്രദാനം ചെയ്യുന്ന തെളിഞ്ഞ ജലമാണ് ഈ തടാകത്തിനുള്ളത്. മത്സ്യം, ആമകൾ, ജലപക്ഷികൾ മുതലായ ജലജീവികളാൽ സമ്പന്നമാണ് ഈ തടാകം. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ തിരാനയിലെ ഹോട്ടലിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം, അതായത് ഡിസംബർ 6, ഞങ്ങളുടെ അൽബേനിയയിലെ അവസാനത്തെ ദിവസമായിരുന്നു. അന്ന് വൈകുന്നേരം 7 മണിക്കാണ് ഞങ്ങൾക്ക് തിരാനയിൽ നിന്നും അബുദാബിയിലേക്ക് ഉള്ള ഫ്ലൈറ്റ്. കേബിൾ കാറിൽ കയറി കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരാനയുടെ പ്രധാനപ്പെട്ട ഒരു സ്ക്വയറായ സ്കണ്ടർബർഗ് സ്ക്വയറിലേക്ക് വന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തിരാനയുടെ ഒരു പുതിയ നഗരപദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ്. സ്ക്വയറിന് ചുറ്റുമായി നിരവധി സുപ്രധാന കെട്ടിടങ്ങളുണ്ട്. അൽബേനിയയുടെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാനും നഗരത്തിൻ്റെ ഊർജ്ജസ്വലമായ അന്തരീക്ഷം അനുഭവിക്കാനുള്ള മികച്ച സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങളുടെ അൽബേനിയൻ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ചു. തിരാന ഇൻ്റർനാഷണൽ എയർപോർട്ടാണിത്. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.